ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഡിസംബർ 30, 2023. ഞാൻ പഠിച്ച സ്കൂളായ NS സെൻട്രൽ സ്കൂൾ തിരൂരിൽ വെച്ചിട്ട് ഞങ്ങളുടെ റീയൂണിയൻ പ്രോഗ്രാമായ എക്കോ 2K23യുടെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അത് കാലത്ത് 10 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ നമ്മളുടെ പ്രിയപ്പെട്ട അധ്യാപകരും അതുപോലെ വിശിഷ്ട അതിഥികളൊക്കെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന് അത് വിജയിപ്പിക്കുക. അപ്പോൾ താങ്ക് യു. ജെറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാതാപിതാക്കൾക്കും ഭാരതഭൂമിയും വന്ദനം esteemed guests, fellow alumni, respected faculty members and my dear friends, a very good morning to each one of you. A warm welcome is also extended to Janab Anwar Sadat Khalid sir, Chairman NS University. Salam A. Rashid sir, Vice President, and K. Abdul Jalil sir, Treasurer of NS. ബഹുമാനമുള്ള ഈ സ്കൂളിലെ ദീർഘകാല ചെയർമാൻ സർ, ഈ സ്കൂളിൻ്റെ ദീർഘകാല സെക്രട്ടറി, ഇപ്പോൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള കെ മുഹമ്മദ് ഷാഫി ഹാജി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിൻസിപ്പൽ അടക്കമുള്ള അധ്യാപകരെ, അനധ്യാപകരെ, വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ഞാൻ പഠിച്ചത് ഫാത്തിമ മാതാ സ്കൂളിൽ, ആ സ്കൂളിൽ രണ്ട് തിരിച്ചു വരുമ്പം പ്രതീക്ഷയ്ക്ക് വളരെ വിപരീതമായി ഇവിടെ എത്തിയിട്ടുള്ള അവർക്ക് ഭർത്താവില്ല, അവർക്ക് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കക്ഷിയാണ്. അപ്പോൾ അതങ്ങനെ അറിഞ്ഞു നമ്മുടെ ഈ കലാലയത്തിൽ നിന്ന് നമ്മുടെ ആരംഭകാലം ഇതുവരെയുള്ള നമ്മുടെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റ്, ഏറ്റവും ബഹുമാനപ്പെട്ട NESന്റെ ഓർമ്മകളുടെ സുഗന്ധമാണ് ഒരു നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഓർമ്മകളുടെ സുഗന്ധമാണ്. നമ്മുടെ കലാലയ ജീവിതം എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാലങ്ങളായിരുന്നു. അറിവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ രാജ്യത്തിനോട്, ഈ ലോകത്തിനോട് ഉത്തരവാദിത്തങ്ങളാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് നോക്കി നിൽക്കാൻ സമയമില്ല. എൻ്റെ കണ്ണടക്കുന്നതിന് മുമ്പ്, എൻ്റെ മരണത്തിന് മുമ്പ് എനിക്ക് നിരവധി ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിർവഹിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, വിദ്യാർത്ഥികൾ, സ്വാഭാവികമായിട്ടും വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഓരോ ആളുകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ആൻസറും അതുപോലെ തന്നെ നമ്മൾ സ്വാഗത പ്രസംഗം മുതൽ അവസാനം വരെ പറഞ്ഞത് നമുക്ക് ഇത് ഇവിടെ നിന്ന് ഒരു തുടക്കമാണ് അല്ലേ. അവരിലൂടെ നമുക്ക് നമ്മുടെ ബാച്ച് അടുത്ത വർഷത്തേക്കുള്ള അലുമിനിയുടെ പ്രോജക്റ്റ് ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ സക്സസ് ആയിട്ട് വീണ്ടും വളരെ മാറ്റങ്ങളോടെ അവരെ കാണുമ്പോൾ വളരെ സന്തോഷം. എല്ലാവരെയും വീണ്ടും കണ്ടതിൽ സന്തോഷം അറിയിക്കുന്നു. ഈ 2016 കഴിഞ്ഞതോട് കൂടിയിട്ട് ഇത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഈഗർനെസ് ഉണ്ടായിരുന്നു. ശരിക്കും ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ ഇപ്പൊ ഞാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്നാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഇതാക്കിയിരുന്നത്. അതിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോരായ്മകളൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് വേണം അടുത്ത കമ്മിറ്റി വരുന്നത്. നമ്മളൊക്കെ നടത്തുന്ന പരിപാടിയാണ്, അതെല്ലാവരും മനസ്സിലാക്കുക. അപ്പോ ഇത് അത് ഫ്ലോപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടുന്ന് പോയാൽ കുറെ ആളോട് ചോദിക്കാണ്ടാവും എങ്ങനെയാണ് പരിപാടി. അത് എന്ത് ആ ഒരു രൂപത്തിൽ ആക്കിയെടുക്കാതെ നമ്മളാണ് ഇത് നടത്തേണ്ടത്. ആ ഒരു ചിന്ത എല്ലാവർക്കും വേണം. അപ്പൊ അതിനുവേണ്ടി നല്ലൊരു കമ്മിറ്റി ഇവിടെ രൂപീകരിക്കണം. എല്ലാ ടീച്ചേഴ്സിനും സാറ്
നിഷ മാഡം, ജെസി മാം, പിന്നെ കളക്ടറാണ്, അപ്പോൾ നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ അങ്ങനെ വലിയ പൊസിഷനുള്ള ആളുകൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്. അതിൽ അഭിമാനം കൊടുക്കും. താങ്ക് യു. ചെറിയ ടൈം കൊണ്ട് എത്തിച്ചേരാമെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ ക്ലാസ്സിൽ കൊണ്ടുവരാൻ കഴിയും. ഇപ്പോൾ നേരത്തെ നിഷാദ് പറഞ്ഞ പോലെ നമുക്ക് ഈ 2 എന്നുള്ളത് കൊടുക്കേണ്ട അവർ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. പക്ഷെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് മാതൃകാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അതും കൂടെ നമ്മൾക്ക് നമ്മളിതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് നോക്കണം പല ആളുകൾക്കും. ഇനി അതിന് മുമ്പ് നമ്മൾ കൾച്ചർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കായികമായിട്ടും അതിൽ പ്രശംസിക്കേണ്ട പേരുകൾ ഏറ്റവും മുൻപതിലുള്ളതാണ് ഒന്ന് പ്രസീൽ, അതുപോലെ തന്നെ ജുനീദൊക്കെ. ഒരു സ്വാഭാവികമായിട്ട് അവരെ കൂടി ഉൾപ്പെടുത്തുന്നു. വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വലിയ വിജയം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവർ 3-4 ആൾക്കാർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ ഇത് ഒരു പക്ഷേ ഒരു ചടങ്ങായി മാറുമായിരുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ അലുമിനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വരും വർഷങ്ങളിലെ അലുമിനി ഗ്രാൻഡ് സക്സസ് ആവും എന്നുള്ളത് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. ഇവിടെ കലാപരിപാടികൾ നടത്തുന്ന എല്ലാവരെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നടത്തുന്നു. മറന്നിട്ടുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യണേ. ഇന്ററാക്ട് ചെയ്യാം, അതായത് ഓരോരുത്തരെ നല്ലൊരു വീഡിയോ സംസാരിച്ചോ? നമ്പർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും എക്കോ 2K23ൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.
നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും കാണാം പുതിയ വീഡിയോയുമായിട്ട്. അതുവരേക്കും ബായ്.